അങ്ങനെ അയർലൻഡിലെ പഠനം കഴിഞ്ഞ് ജലജയുടെ മകൾ അവന്തിക തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നതോടുകൂടിയാണ് പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കമാവുന്നത്. പണ്ട് മുതലേ ആദർശിനോട് അവന്തികക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ അത് വെറും ഒരു പ്രണയമായിരുന്നില്ല, മറിച്ച് അനന്തപുരി തറവാട്ടിലെ സ്വത്തും പണവും ആദർശ് എന്ന കോടീശ്വരന്റെ പദവിയും മോഹിച്ചിട്ടുള്ള ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു അത്. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. ആദർശ് നയനെ വിവാഹം കഴിച്ചതോടുകൂടി തന്നെ അവന്തികയുടെയും ജലജയുടെയും കണക്കൂട്ടലുകളെല്ലാം തന്നെ പിഴച്ചു. ഇപ്പോൾ പഴയതിലും വലിയ വാശിയോടെയാണ് അവന്തിക തിരിച്ചെത്തുന്നത്. എയർപോർട്ടിലിറങ്ങിയ അവന്തികയുടെ കണ്ണിൽ പഴയ കുസൃതിയായിരുന്നില്ല, മറിച്ച് പകയുടെയും അത്യാഗ്രഹത്തിന്റെയും തിളക്കമായിരുന്നു. തറവാട്ടിലെത്തിയ അവന്തികയെ ജലജയും സഹോദരൻ അഭിയും ചേർന്ന് സ്വീകരിച്ചു. മോള് വന്നത് നന്നായി, ഇനി കാര്യങ്ങളൊക്കെ നിന്റെ കൈകളിലാണ്, ജലജ മകളോട് സ്വകാര്യമായി പറഞ്ഞു. അമ്മേ, ആദർശേട്ടൻ എനിക്ക് നഷ്ടപ്പെട്ടത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ നയനെ ആദർശിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ തറവാട്ടിൽ പഴയ പ്രതാപത്തോടു കൂടെ തന്നെ വാഴാൻ കഴിയൂ. അവന്തിക തന്റെ മനസ്സിലിരിപ്പ് വ്യക്തമാക്കി. അഭിയും ഇതിന് പൂർണ്ണ പിന്തുണ നൽകി. ശരിയാണ്, നയന ഇവിടെ ഉള്ളിടത്തോളം കാലം നമ്മുടെ കളിയൊന്നും നടക്കില്ല മോളെ. അവളെ ഒഴിവാക്കി ആദർശിനെ നിന്റെ വഴിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അനന്തപുരിയിലെ സകല സ്വത്തുക്കളും നമ്മുടെ കൈപ്പിടിയിലാവും. അങ്ങനെ അവർ മൂന്നു പേരും, ജലജയും അഭിയും അവന്തികയും ചേർന്നുകൊണ്ട് തന്നെ പുതിയൊരു പദ്ധതി തയ്യാറാക്കി. നയനെ എന്നേക്കുമായി ആദർശിന്റെ ജീവിതത്തിൽ നിന്നും മാറ്റുക, ആദർശിനെ അവന്തികയുടെ ഭർത്താവായി മാറ്റുക, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. ബിസിനസ് ആവശ്യങ്ങൾക്കായി ആദർശ് ദുബായിലേക്ക് പോയ സമയം ഇതാണ് തങ്ങളുടെ പദ്ധതി നടപ്പിലാക്കാൻ പറ്റിയ അവസരമെന്ന് ശത്രുക്കൾ മൂന്നുപേരും തീരുമാനിച്ചു. അബിയുടെ സൗഹൃദത്തിലൊരാളായിരുന്നു ദുബായിൽ ആദർശിനെ കൊടുക്കാൻ വേണ്ടി കാത്തിരുന്നത്. ബിസിനസ്സിൽ കൃത്രിമത്വം കാണിച്ചു എന്ന കള്ളക്കേസുണ്ടാക്കി അവർ ആദർശിനെ കുടുക്കി. നിരപരാധിയായ ആദർശ് ദുബായിലെ ജയിലിൽ അടക്കപ്പെട്ടു. ഈ വാർത്ത അനന്തപുരിയിലെത്തിയപ്പോൾ അതൊരു വലിയ ഞെട്ടലായി തന്നെ മാറി. നയന ആകെ തകർന്നുപോയി. അമ്മേ, എന്നാലും ആദർശേട്ടൻ എങ്ങനെ ജയിലിലായി? അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതല്ലേ? നയന ദേവയാനിയോട് കരഞ്ഞു ചോദിച്ചു. ദേവയാനിയും ആകെ തളർന്നു പോയിരുന്നു. എനിക്കറിയാം മോളെ, ഇതാരോ ശരിക്കും ചതിച്ചതാണ്. നമ്മുടെ ആദർശൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നാൽ ഈ ദുരന്തം ജലജക്കും അഭിക്കും ഒരു ആഘോഷം തന്നെയായിരുന്നു. കണ്ടില്ലേ ഏട്ടത്തി, എന്റെ മോൻ അഭി ജയിലിൽ കിടന്നപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി അവനെ കുറ്റപ്പെടുത്തിയിരുന്നില്ലേ? ഇപ്പൊ ഏട്ടത്തിയുടെ മോനും അങ്ങ് ജയിലിലായി. ദൈവം വലിയവനാണ്, ജലജ പരിഹാസത്തോടെ പറഞ്ഞു. ജലജയുടെ വാക്ക് കേട്ട് മുത്തശ്ശൻ ജലജയെ ശകാരിച്ചു. ജലജയെ, കുടുംബത്തിലെ ഒരാൾക്ക് ആപത്ത് വരുമ്പോൾ സന്തോഷിക്കാണോ നീയ്? ആദർശ് നിരപരാധിയാണ്, അവൻ തിരിച്ചു വരും. ആദർശിനെ രക്ഷിക്കാൻ നിയമ നടപടികൾ ആരംഭിച്ചുവെങ്കിലും ശത്രുക്കളുടെ പിടി ശക്തമായിരുന്നു. നവ്യയും ഈ അവസരം മുതലെടുത്ത് അഭിയോട് ചേർന്നു. ആദർശ് ജയിലിൽ കിടക്കട്ടെ, അതാണ് അയാൾക്ക് ചേർന്ന സ്ഥലം. നവ്യയുടെ വാക്കുകളിൽ വിദ്വേഷം നിറഞ്ഞിരുന്നു. ദിവസങ്ങൾ നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ നിരപരാധിത്വം തെളിയിച്ച് ആദർശ് ജയിൽ മോചിതനായി. അവനെ സ്വീകരിച്ച് വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നയന എയർപോർട്ടിലേക്ക് എത്തിയിരുന്നു. ആദർശിനെ കണ്ടപാടെ നയന ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇനി ഒരിക്കലും എന്നെ വിട്ടുപോകരുതെന്നൊക്കെ പറഞ്ഞ് അവൾ വിതുമ്പിക്കൊണ്ട് കരഞ്ഞു. ഇല്ല നയനെ, ഞാൻ ഇനി എങ്ങോട്ടുമില്ല, ആദർശ് അവളെ ആശ്വസിപ്പിച്ചു. സന്തോഷത്തോടെ അവർ കാറിൽ മടങ്ങുമ്പോൾ വിധി മറ്റൊരു രൂപത്തിൽ തന്നെ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അഭിയും കൂട്ടരും തയ്യാറാക്കിയ കൊട്ടേഷൻ സംഘം ഒരു വലിയ ട്രക്കുമായി അവരുടെ കാറിനെ പിന്തുടരുന്നുണ്ടായിരുന്നു. വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് ആ ട്രക്ക് അതിവേഗത്തിൽ വന്ന് ആദർശിനെയും നയനയും സഞ്ചരിച്ച ആ കാറിൽ അങ്ങിടിച്ചു. ആദർശേട്ടാ എന്ന നയനയുടെ ആ ഒരു നിലവിളി ആ ഇടിയുടെ ശബ്ദത്തിൽ അങ്ങ് മുങ്ങിപ്പോയി. കാറ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അപകടം നടന്ന സ്ഥലത്ത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന നയനയാണ് നാട്ടുകാരെല്ലാവരും കണ്ടെത്തിയത്. അവളെ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. നയനക്ക് ബോധം തെളിഞ്ഞപ്പോൾ അവൾ ആദ്യം തിരക്കിയത് ആദർശിനെയായിരുന്നു. എവിടെ, ആദർശേട്ടൻ എവിടെ? അവൾ ഡോക്ടർമാരോടും നഴ്സുമാരോടും കെഞ്ചിക്കൊണ്ട് ചോദിച്ചു. പക്ഷേ ആർക്കും തന്നെ അതിനൊരു കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ടായിരുന്നില്ല. ആക്സിഡന്റ് നടന്ന സ്ഥലത്തൊന്നും ആദർശ് ഉണ്ടായിരുന്നില്ല. കാറ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. പക്ഷേ ആദർശിനെ മാത്രം കാണാനില്ല. പോലീസ് അന്വേഷണം നടത്തി, പക്ഷേ ഒരു തുമ്പും തന്നെ കിട്ടിയിരുന്നില്ല. കൊക്കയിലേക്ക് തെറിച്ചു വീണോ അതോ ഇനി മറ്റെന്തെങ്കിലും സംഭവിച്ചോ എന്ന് ആർക്കും തന്നെ പറയാൻ കഴിഞ്ഞില്ല. അനന്തപുരി തറവാട് വീണ്ടും ശോകമുഖമായി. നയന ആശുപത്രിയിൽ നിന്നും എഴുന്നേൽക്കാൻ പോലുമാവാതെ ആദർശനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദേവയാനിയും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആകെ തകർന്നു പോയിരുന്നു. എന്റെ മോൻ, എന്റെ മോനെ, അവൻ എനിക്ക് വേണമെന്നൊക്കെ ദേവയാനി നെഞ്ചത്തടിച്ചു കരഞ്ഞു. ഇതൊക്കെ കാണുമ്പോഴും ജലജക്കും അഭിക്കും ഉള്ളിൽ വളരെയധികം സന്തോഷമായിരുന്നു. ഇനി അവൻ തിരിച്ചു വരില്ല, എല്ലാം നമ്മുടെ വഴിക്കായി അവർ രഹസ്യമായി തന്നെ ആശ്വസിച്ചു. ആദർശിനെ കാണാതായതിന് പിന്നിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. അപകടത്തിൽപ്പെട്ട ആദർശിനെ മറ്റൊരു വഴിയെ പോയവർ രക്ഷപ്പെടുത്തി വേറൊരു ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അവിടെ വെച്ചാണ് അവന്തിക ആദർശിനെ കണ്ടെത്തുന്നത്. ഇതൊരു യാദൃശ്ചികതയായിരുന്നില്ല, മറിച്ച് അവന്തികയുടെ തിരച്ചിലിന്റെ ഫലമായിരുന്നു. ഹോസ്പിറ്റലിലെത്തിയ അവന്തിക ഡോക്ടറോട് വിവരങ്ങൾ തിരക്കി. ഇയാളുടെ തലക്ക് ശക്തമായ ക്ഷതമേറ്റ് ജീവൻ രക്ഷപ്പെട്ടു. പക്ഷേ ഡോക്ടർ നിർത്തി.
പക്ഷേ എന്ത് ഡോക്ടർ? അവന്തിക ചോദിച്ചു. അദ്ദേഹത്തിന് ഓർമ്മശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. താൻ ആരാണെന്നോ എവിടെ നിന്നാണെന്നൊന്നും ഒരിക്കലും ഓർക്കാൻ കഴിയില്ല. ഈ അസുഖത്തിന് റിട്രോഗ്രേഡ് അംനേഷ്യ എന്ന് പറയും. ഇത് കേട്ടതോടുകൂടെ തന്നെ അവന്തികയുടെ മുഖത്ത് ഒരു ഗൂഢമായ ചിരി വിരിഞ്ഞു. ഇതായിരുന്നു അവൾ കാത്തിരുന്ന അവസരം. ആദർശിന് ഒന്നും ഓർമ്മയില്ലെങ്കിൽ അവൾ അവനെ സ്വന്തമാക്കാൻ എളുപ്പമാണ്. അവന്തിക ആദർശിന്റെ മുറിയിലേക്ക് കടന്നു ചെന്നു. ആദർശ് ശൂന്യമായ കണ്ണുകളോടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി കിടക്കുകയായിരുന്നു. ആദർശേട്ടാ, അവന്തിക വിളിച്ചു. ആദർശ് തിരിഞ്ഞൊന്നു നോക്കി, പക്ഷേ തിരിച്ചറിഞ്ഞില്ല. ആരാണ്? എന്നെ അറിയാമോ? അവന്തിക നേരെ അവന്റെ അരികിലായി ചെന്നിരുന്നു. കൈകൾ ചേർത്ത് പിടിച്ചു. ആദർശേട്ടാ, ഇത് ഞാനാണ്. അവന്തിക, ആദർശേട്ടന്റെ സ്വന്തം ഭാര്യ. ആദർശ് അമ്പരപ്പോടെ തന്നെ അവന്തികയെ നോക്കി. ഭാര്യയോ? എനിക്ക് വിവാഹം കഴിഞ്ഞതാണോ? അതെ ആദർശേട്ടാ, നമ്മൾ തമ്മിൽ വിവാഹം കഴിഞ്ഞതാണ്. ഏട്ടന് ഈ ഒരു അപകടത്തിൽ എല്ലാം മറന്നുപോയതാണ്. പക്ഷേ ആദർശേട്ടൻ വിഷമിക്കേണ്ട, ഞാൻ കൂടെയുണ്ടല്ലോ. അവന്തിക കള്ളങ്ങൾ ഓരോന്നോരോന്നായി നിരത്തി. പാവം ആദർശ് തന്റെ യഥാർത്ഥ ഭാര്യ നയനയാണെന്നും തനിക്ക് മറ്റൊരു ജീവിതമുണ്ടെന്നും അറിയാതെ അവന്തിക പറയുന്നതെല്ലാം തന്നെ വിശ്വസിച്ചു തുടങ്ങി. നയനയെ പറ്റിയും അനന്തപുരി തറവാടിനെയും പറ്റി ഒരു സൂചന പോലും നൽകാതെ അവന്തിക ആദർശിനെ അവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്ത് രഹസ്യമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. ആദർശിനെ സ്വന്തമാക്കുക എന്ന അവളുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയായിരുന്നു. അതേസമയം നാട്ടിൽ കാര്യങ്ങളൊക്കെ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആദർശിനെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. പോലീസ് അന്വേഷണം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലെത്തി. ബോഡി കിട്ടിയില്ലെങ്കിലും അത്ര വലിയ അപകടത്തിൽ ആരും രക്ഷപ്പെടാൻ സാധ്യതയില്ല. വന്യമൃഗങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാമെന്നായിരുന്നു പോലീസിന്റെ അവസാനത്തെ നിഗമനം. ഇതോടെ വീട്ടുകാർ ആദർശ് മരിച്ചതായി കണക്കാക്കാൻ നിർബന്ധിതയായി. ജലജയും അഭിയും ചേർന്ന് ആദർശിന്റെ മരണാനന്തര ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചു. ഇനി എന്തിനായി കാത്തിരിക്കുന്നത്? ആദർശ് പോയി അവന്റെ ആത്മാവിനെങ്കിലും ഒന്ന് ശാന്തി കിട്ടാൻ ക്രിയകൾ ചെയ്യണം, ജലജ നിർബന്ധിച്ചു. എന്നാൽ നയന ഇതിനെ ശക്തമായി തന്നെ എതിർത്തു. മുറിവേറ്റ സിംഹത്തെ പോലെ അവൾ ജലജയ്ക്ക് മുന്നിൽ നിന്നു. ഇല്ല, ആദർശേട്ടൻ മരിച്ചിട്ടില്ല, എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ട്. എന്റെ താലിക്ക് ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹം തിരിച്ചു വരിക തന്നെ ചെയ്യും. ജീവിച്ചിരിക്കുന്ന ഭർത്താവിന് ബലികർമ്മം ചെയ്യാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നീ എന്താടീ പറയുന്നത്? സത്യം അംഗീകരിക്കാൻ നിനക്കെന്താ മടിയാണോ? ജലജ ഒച്ച വെച്ചുകൊണ്ട് ചോദിച്ചു. ഇത് സത്യമല്ല, നിങ്ങളുടെ ആഗ്രഹം മാത്രമാണ്. എന്റെ ആദർശേട്ടൻ തിരികെ വരും, എന്നിട്ട് ഞാൻ ചോദിക്കും. നയന തീർത്തും പറഞ്ഞു. മുത്തശ്ശനും നയനയുടെ പക്ഷം തന്നെ ചേർന്നു. നയന പറയുന്നതാണ് ശരി. ശരീരം കാണാതെ മരിച്ചു എന്ന് ഉറപ്പാക്കാൻ നമുക്ക് ചടങ്ങുകൾ നടത്താൻ പാടില്ല. എന്റെ മനസ്സ് പറയുന്നു അവൻ തിരികെ വരുമെന്ന്. അങ്ങനെ അനന്തപുരി തറവാട് പ്രതീക്ഷയുടെയും നിരാശയുടെയും നൂൽപാലത്തിൽ നിൽക്കുമ്പോൾ ദൂരെ ഒരിടത്ത് അവന്തികയുടെ വലയിൽ കുടുങ്ങി. തന്റെ യഥാർത്ഥ സ്നേഹം ആരാണെന്ന് പോലും ഓർക്കാൻ കഴിയാതെ ആദർശ് പുതിയൊരു ജീവിതം തന്നെ അവന്തികയുമായി തുടങ്ങിയിരുന്നു. നയനയുടെ പ്രാർത്ഥനകൾ ആദർശിന്റെ ഓർമ്മകളിൽ തിരികെ കൊണ്ടുവരുമോ? അതോ അവന്തികയുടെ ചതിയിൽ ആദർശ് പെടുമോ? അതൊക്കെ ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇനി വരാൻ പോകുന്നത് നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.